ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തോറ്റത് താമര ചിഹ്നം. ഞാൻ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാൻ ജയിച്ചേനെ. എന്റെ പൊന്നു ദൈവമേ, അപ്പൊ ബി.ജെ.പിയും തള്ളി പറഞ്ഞോ? യൂദാസ് തോറ്റു പോകും സാറിന്റെ മുന്നില്. എന്തായാലും സാർ പറയുന്നൊന്ന് കേട്ട് നോക്കിക്കേ. കാരണം ഇവിടുത്തെ ഈ താമരയായിട്ട് അങ്ങോട്ട് താതയും പ്രാപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. കാര്യം കരുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യ. അല്ല സാറേ, ഒരു സംശയം. പിന്നെ ബി.ജെ.പിയിൽ ആരാ നല്ലതായിട്ടുള്ളേ? അത് തന്നെ, മോദിജി വളരെ മാന്യനും ഇന്ത്യൻ പ്രധാനമന്ത്രി വിജയമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് വളരെ മാന്യനാണ്. നമുക്കറിയാലോ. എന്നാൽ അങ്ങേറെ കൂട്ടത്തിലുള്ള പല ഭാരവാഹികളും മാന്യന്മാരല്ലതാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ് എന്ന് വിളിച്ചു നോക്കാൻ പറയണോ? എനിക്ക് കള്ളത്തരം ഇല്ലാത്തോണ്ട് പറയുക. അയ്യോ, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരാന്നാണോ സാർ പറയുന്നത്? ബി.ജെ.പിയുടെ ഈ പ്രാദേശിക നേതാക്കന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. കാരണം അവര് ജനകീയരാകണ്ടേ. പിന്നെ ഒരു പുതിയ ഒരാൾ ബി.ജെ.പി ചെന്ന അവനെ ഒരു രണ്ടാം തരം പൗരനായിട്ട് കാണുന്ന പല മേഖലയുണ്ട്. അനധികൃത ഭാവിയിൽ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊരു സാഹചര്യം ഞാൻ കാണുന്നില്ല. എത്ര പാർട്ടി മാറിയിട്ടുണ്ട്? ഭരണം ആർക്ക് കിട്ടുമെന്ന് അറിയണമെങ്കിൽ ചാക്കോച്ചൻ ആരുടെ കൂടെ നിൽക്കുന്നു നോക്കിയാൽ മതി. ഞാൻ പാർട്ടി മാറിയിട്ടേ ഇല്ല. അടിപൊളി. എന്തായാലും സാറിന്റെ ഈ സംസാരമൊക്കെ കേട്ടപ്പോ എനിക്കിതാണ്ട് ഈ ഡയലോഗ് ഓർമ്മ വന്നേ. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ. നീ ആരുടെ കോപ്പ ഇതി കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ.